ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്നൊരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം നല്ല ഒന്നാന്തരം ചൂടുകാലം ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ സ്നേഹപ്രകടനം കാരണം നമ്മുടെ എല്ലാവരുടെയും ഫേസിലും കയ്യിലും ഒക്കെ കാണൂലേ സൺ ടാൻ. സൂര്യൻ ചേട്ടൻ ഉമ്മ വെച്ച് പോയതിൻ്റെ അടയാളങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം എൻ്റെ മുഖത്തും ഉണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഈ കണ്ണിന് ചുറ്റും ചുണ്ടിന് താഴെയൊക്കെ ഉണ്ടാവുന്ന സാധനമല്ല അതന്നെ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പൊ ഒരു മിക്സിംഗ് ബൗളിലോട്ട് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ വീട്ടിലെടുക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടിയില്ല, അതാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ജീരകപ്പൊടിയാണ്. ഇത് നല്ല ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നമ്മൾ തൈരാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം തണുപ്പുള്ള തൈരാണ് കേട്ടോ. തൈര് എടുക്കുന്നതിന് അളവില്ല, നമുക്ക് മിക്സ് ചെയ്യാൻ എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കാവേ. അപ്പോൾ ഈ 4 സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഈ നാരങ്ങയുടെ കുരുവൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് അത്രയും എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് സൺടാനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പം നമുക്കിനി ഈ പാക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാവേ. ആദ്യം ഞാൻ നല്ല ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ നമ്മൾ ജീരകത്തിൻ്റെ പൊടിയും നാരങ്ങയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് ഈ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നീറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ചെറിയ ചെറിയ അലർജി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇതിന് മുന്നും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, വേഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നല്ല കട്ടിക്ക് തന്നെ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പാക്ക് ഇടുമ്പോഴും നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഫേസ് ഒരു കളറ് കഴുത്തൊരു കളറ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഞാൻ പാക്കൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്മെല്ലൊക്കെ ഒരു ചെറിയ ബാഡ് സ്മെല്ല് പോലെ ഉണ്ടാവും കേട്ടോ, അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയാൽ പോരെ അല്ലേ. ഒരു 15 to 20 മിനിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങാനും പാടില്ല, എന്നാൽ നല്ല തീരെ ഉണങ്ങാതിരിക്കാനും പാടില്ല, അങ്ങനെ ഒരു അവസ്ഥയിലെത്തണേ. ഇനി ഈ പാക്കൊക്കെ ഇട്ടിട്ട് ചെറുതായി ഉണങ്ങി വരുമ്പോഴത്തേക്കും സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് നല്ല രീതിയിൽ ഉണങ്ങി വന്ന ശേഷം ചെറുതായി ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നനച്ച് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയതായിട്ട് കേട്ടോ. നല്ല പതുക്കെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ നല്ല തരി ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മെല്ലെ പതുക്കെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ പാക്ക് മാറിപ്പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എൻ്റെ ഫേസിലുള്ള മാറ്റം. നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ ഭാഗത്തെയും ഈ കവളുടെ ഭാഗത്തേക്ക് കളർ നല്ല രീതിയിൽ മനസ്സിലാവാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒരു തുണി കൊണ്ട് നനച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇത് പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് കാണാനുണ്ട് കേട്ടോ എൻ്റെ ഫേസിൽ. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോയി ടാൻ അടിച്ച് വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ ഇനി ആരും ഇങ്ങനെ സൺ ടാനും വെച്ച് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിനി പോയി ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഫേസ് നല്ല ഗ്ലോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ശരി, എന്നാൽ പിന്നെ ടാറ്റാ ബൈ ബൈ.